വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ നമ്മൾ S4 പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈവ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കുന്നത്. ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നത് S6 CCW എക്സാം എഴുതുന്നവർക്കും അതേപോലെ തന്നെ S8 CCV അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്കുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് DBMS എന്നുള്ളത്. DBMS എന്ന് പറയുന്നത് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ്. അതെന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ് ടു സ്റ്റോർ, മാനേജ്, റിട്രീവ് ആൻഡ് ഓർഗനൈസ് ഡേറ്റ എഫിഷ്യൻ്റ്ലി എന്നുള്ളതാണ്. അപ്പോൾ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതൊരു സോഫ്റ്റ്വെയർ ആണ്. അതേപോലെ തന്നെ ഡേറ്റ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനുമാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് DBMS എന്നുള്ളത്. അഡ്വാൻറ്റേജ് പറയാനാണെങ്കിൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഡേറ്റ കൺസിസ്റ്റൻസി, ഡേറ്റ സെക്യൂരിറ്റി, ഡേറ്റ ഷെയറിംഗ്, റെഡ്യൂസ്ഡ് റിഡൻഡൻസി, ഈസി ഡേറ്റ റിട്രീവൽ. ഇതിലേതെങ്കിലുമൊക്കെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് എ ഡേറ്റാബേസ് എന്നുള്ളത്. ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ സ്റ്റോർഡ് ഇലക്ട്രോണിക്കലി എന്നാണ് പറയുന്നത്. അതായത് റിലേറ്റഡ് ഡേറ്റയുടെ ഓർഗനൈസ്ഡ് കളക്ഷനാണ്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ്, അതിൽ സ്റ്റുഡൻറ്റിൻ്റെ നെയിം, റോൾ നമ്പർ, അതുപോലെ തന്നെ മാർക്സ്, ഇതെല്ലാം ഒരൊറ്റ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുവാണ്. അതാണ് എന്ത് സിംപ്ലി പറയുന്നത് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ഡേറ്റാബേസ് മോഡൽസ്. അതിൽ വരുന്നതാണ് ഹൈറാർക്കിക്കൽ മോഡൽ, നെറ്റ്വർക്ക് മോഡൽ, റിലേഷണൽ മോഡൽ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മോഡൽ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് എ പ്രൈമറി കീ എന്നുള്ളത്. എ പ്രൈമറി കീ ഈസ് എ ഫീൽഡ് ദാറ്റ് യുണീക്ലി ഐഡൻറ്റിഫൈസ് ഈച്ച് റെക്കോർഡ് ഇൻ എ ടേബിൾ. അതായത് സിംപ്ലി ഇത്രയേ ഉള്ളൂ, ഐഡൻറ്റിഫൈസ് എ റോ യുണീക്ലി എന്നുള്ളതാണ് പ്രൈമറി കീ. അതിനൊരു എക്സാമ്പിൾ പറയുന്നതാണ് റോൾ നമ്പർ ഇൻ എ സ്റ്റുഡൻറ്റ് ടേബിൾ. സ്റ്റുഡൻറ്റ് ടേബിളിലെ റോൾ നമ്പർ എന്ന് പറയുന്നത് ഒരു പ്രൈമറി കീ ആണ്. ഒരു ക്ലാസ്സിൽ ഒരേ റോൾ നമ്പറുള്ള ഒന്നിലധികം കുട്ടികളുണ്ടാവുമോ? ഇല്ല. റോൾ നമ്പർ 1 വിളിച്ചു കഴിഞ്ഞാൽ ഒരാളെ വരത്തുള്ളൂ. അപ്പോൾ അതാണ് എന്ത് സിംപ്ലി പ്രൈമറി കീ എന്ന് പറയുന്നത്. ഇനി ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിങ്ക്സ് വൺ ടേബിൾ വിത്ത് അനദർ ടേബിൾ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ പ്രൈമറി കീ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ എടുത്തിട്ടുണ്ട്, സ്റ്റുഡൻറ്റ് ടേബിൾ. അവിടെ സ്റ്റുഡൻറ്റിൻ്റെ ഐഡിയും നെയിമും തന്നിട്ടുണ്ട്. ആ ഐ ഡിയാണ് അവിടുത്തെ പ്രൈമറി കീ. വേറെ ഏതെങ്കിലും സ്റ്റുഡൻറ്റിന് അതേ നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ബിക്കോസ് ഇറ്റ് ഈസ് യുണീക്ക്. ഇനി അടുത്തത് വരുന്നതാണ് എന്ത്? ഫോറിൻ കീ എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരു മാർക്സ് ടേബിളാണ് എടുത്തിരിക്കുന്നത്. അതിലും ഐ ഡിയും മാർക്കും വരുന്നുണ്ട്. ഇതിൽ സെയിം ഇതേ പ്രൈമറി കീയിലുള്ള ഐ ഡി തന്നെയാണ് ഇത്, 1, 2. ഇതിൽ 1 എന്ന് പറയുന്ന അരുണിൻ്റെ മാർക്കാണത്, മറ്റേത് മീരയുടെ മാർക്കാണ്. ഇതിൽ ഈ ഐ ഡി എന്ന് പറയുന്നത് എന്താണ്? ഫോറിൻ കീ ആണ്. ഇറ്റ് കണക്ട്സ് വിത്ത് സ്റ്റുഡൻറ്റ് ടേബിൾ. ഈ മാർക്ക് ടേബിൾ എന്തായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്? സ്റ്റുഡൻറ്റ് ടേബിളായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് സിംപ്ലി ഫോറിൻ കീ എന്ന് പറയുന്നത്. ലിങ്ക്സ് വൺ ടേബിൾ വിത്ത് അനദർ ടേബിൾ. ഇവിടെ ആരൊക്കെയായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സ്റ്റുഡൻറ്റ് ടേബിളിനെ മാർക്ക് ടേബിളായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫോറിൻ കീയും അതേപോലെ പ്രൈമറി കീയുടെയും ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് പറയുന്നത് യുണീക്ലി ഐഡൻറ്റിഫൈസ് റെക്കോർഡ് എന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞതാണല്ലോ. ഇനി ഫോറിൻ കീയുടെ ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? ക്രിയേറ്റ്സ് റിലേഷൻ ബിറ്റ്വീൻ ടേബിൾസ്. ഇതിപ്പോൾ നമ്മൾ മാർക്ക് ടേബിളും സ്റ്റുഡൻറ്റ് ടേബിളും തമ്മിലുള്ള റിലേഷൻ കണ്ടില്ലേ? അതുപോലെ തന്നെ കെനോട്ട് കണ്ടെയ്ൻ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരാവോ? പാടില്ല. ഇനി ഇതിലെന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻ കണ്ടെയ്ൻ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്. പിന്നെന്താ പറയുന്നത്? 1 പെർ ടേബിൾ. ഒരു ടേബിളിൽ ഒരു പ്രൈമറി കീയേ ഉണ്ടാവുള്ളൂ. ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ അലൗഡ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഫോറിൻ കീയിൽ വാല്യൂസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാമെന്ന്. അതിനൊരു എക്സാമ്പിൾ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം. സ്റ്റുഡൻറ്റ് ടേബിളും മാർക്ക് ടേബിളും ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്റ്റുഡൻറ്റ് ടേബിളിൽ സ്റ്റുഡൻറ്റ് ഐ ഡിയും നെയിമും കൊടുത്തിട്ടുണ്ട്. മാർക്സ് ടേബിളിൽ മാർക്ക് ഐ ഡി, സ്റ്റുഡൻറ്റ് ഐ ഡി, മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ സ്റ്റുഡൻറ്റ് ഐ ഡി ആണ് ഫോറിൻ കീ ആയിട്ട് വരുന്നത്. ഇതിൽ ഈ മാർക്സ് ടേബിളിൽ നോക്കുമ്പോഴത്തേക്കും 1 എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം. അതായത് ഒരു സ്റ്റുഡൻറ്റ് കുറേ സബ്ജക്റ്റ് പഠിക്കും, അപ്പോഴത്തേക്കും കുറേ മാർക്സ് ഉണ്ടാവില്ലേ? അതുകൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്? സ്റ്റുഡൻറ്റ് ഐ ഡി എന്നുള്ളത് 1 അവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തേ? ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇവിടെ സ്റ്റുഡൻറ്റ് ഐ ഡി 5 എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈമറി കീയിൽ സ്റ്റുഡൻറ്റ് ഐ ഡി 5 ഉണ്ടോ? ഇല്ല. അങ്ങനെയുള്ളത് നമുക്ക് അലോ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റ് ടേബിളിൽ സ്റ്റുഡൻറ്റ് ഐ ഡി 5 എന്നുള്ളത് പ്രസൻ്റ് അല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഫോറിൻ കീ ക്യാൻ ഡ്യൂപ്ലിക്കേറ്റ് ബട്ട് ഇറ്റ് മസ്റ്റ് മാച്ച് ആൻ എക്സിസ്റ്റിംഗ് പ്രൈമറി കീ വാല്യൂ ഇൻ ദ പാരൻറ്റ് ടേബിൾ. മനസ്സിലായോ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് നോർമലൈസേഷൻ എന്നുള്ളത്. നോർമലൈസേഷൻ എന്ന് പറയുന്നത് ഡേറ്റ ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഡേറ്റയിൽ ഉണ്ടാവുന്ന റിഡൻഡൻസി റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ ഇൻറ്റഗ്രിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോർമലൈസേഷൻ എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത്. 1NF ഉണ്ട്, 2NF ഉണ്ട്, 3NF ഉണ്ട്, BCNF ഉണ്ട്. 1NF എന്ന് പറയുന്നത് ഫസ്റ്റ് നോർമൽ ഫോം ആണ്. അതെന്തിനാണെന്ന് വെച്ചാൽ അതായത് ഒരു കോളത്തിലുള്ള മൾട്ടിപ്പിൾ വാല്യൂസ് റിമൂവ് ചെയ്യാനാണ് നമ്മൾ 1NF യൂസ് ചെയ്യുന്നത്. 2NF എന്ന് പറയുന്നത് സെക്കൻഡ് നോർമൽ ഫോം ആണ്. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണ് റിമൂവ് ചെയ്യുന്നത്. 3NF ആണ് തേർഡ് നോർമൽ ഫോം എന്ന് പറയുന്നത്. അത് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി റിമൂവ് ചെയ്യുന്നു. ഇനി BCNF എന്ന് പറയുന്നത് ബോയ്സ് കോഡ് നോർമൽ ഫോം ആണ്. അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റൂള് വരുന്നുണ്ട്, എവറി ഡിറ്റർമിനൻറ്റ് ഷുഡ് ബി എ കാൻഡിഡേറ്റ് കീ എന്നുള്ളത്. അത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ 3NFൻ്റെ അഡ്വാൻസ്ഡ് ഫോമാണ് BCNF എന്ന് പറയുന്നത്. ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോർമലൈസേഷനിൽ വരുന്നത്. അപ്പോൾ 9th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നതാണ് വാട്ട് ഈസ് SQL എന്ന് പറയുന്നത്. SQL എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ്. ആ ലാംഗ്വേജ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റാ ബേസസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് SQL യൂസ് ചെയ്യുന്നത്. SQL ഈസ് യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡേറ്റാ ബേസസ്. ഇനി അതിൽ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് വരുന്നുണ്ട് SQL. ഫസ്റ്റ് ലാംഗ്വേജ് ആണ് DDL എന്നുള്ളത്. DDL എന്ന് പറഞ്ഞാൽ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. അതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു ഡിഫൈൻ ഡേറ്റാബേസ് സ്ട്രക്ചർ. ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ DDL യൂസ് ചെയ്യുന്നത്. അവിടെ വരുന്ന എക്സാമ്പിളാണ് ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ് ഇങ്ങനെയുള്ളതൊക്കെ. ഇനി അടുത്ത ലാംഗ്വേജ് ആണ് DML എന്ന് പറയുന്നത്, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡേറ്റാബേസിലുള്ള ഡേറ്റേനെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് ഈ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, സെലക്ട്. ഇനി ഒരെണ്ണം കൂടെ വരുന്നുണ്ട് DCL എന്ന് പറയുന്നത്. DCL എന്ന് പറയുന്നത് ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ് ആണ്. ആ പേരിൽ തന്നെയുണ്ട്, ഇറ്റ് ഈസ് യൂസ് ടു കൺട്രോൾ ഡേറ്റാബേസ് പെർമിഷൻസ്. അതായത് ഡേറ്റാബേസിൻ്റെ പെർമിഷൻസ് കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ DCL ഉപയോഗിക്കുന്നത്. DCLലും 2 കമാൻഡ്സ് വരുന്നുണ്ട്, ഗ്രാൻറ്റും റിവോക്കും. ഗ്രാൻഡ് എന്ന് പറയുന്നത് പെർമിഷൻ കൊടുക്കാനുള്ളതാണ്, ഗീവ്സ് പെർമിഷൻ. റിവോക്ക് എന്ന് പറയുന്നത് റിമൂവ്സ് പെർമിഷൻ, പെർമിഷൻ റിമൂവ് ചെയ്യുന്നു. ഇനി നമുക്ക് DDLൻ്റെയും DMLൻ്റെയും ഡിഫറൻസ് ആണ് നോക്കാനുള്ളത്. DDL എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അത് സ്ട്രക്ചറാണ് ഡിഫൈൻ ചെയ്യുന്നത്. ക്രിയേറ്റ്, ഓൾട്ടർ ഒക്കെ അതിൽ വരുന്ന കമാൻഡാണ്. പിന്നെ പറയുന്നതാണ് ഇത് സ്കീമ ചേഞ്ച് ചെയ്യുന്നു. അതായത് സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഡിസൈനെയാണ് നമ്മൾ സ്കീമ എന്ന് വിളിക്കുന്നത്. അതിലാണ് ടേബിൾസും കോളംസും റിലേഷൻഷിപ്സൊക്കെ കാണിക്കുന്നത്. അപ്പോൾ DDL എന്താ ചെയ്യുന്നത്? ചേഞ്ചസ് സ്കീമ എന്നുള്ളതാണ്. ഇനി DML എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ, മാനിപ്പുലേറ്റ്സ് ഡേറ്റ. അതിൽ വരുന്ന കമാൻഡ്സ് ആണ് ഇൻസേർട്ട്, അപ്ഡേറ്റ്, അങ്ങനെ കുറച്ച് വരുന്നുണ്ട്. ഇതെന്താ ചെയ്യുന്നത്? റെക്കോർഡ്സ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സിംപ്ലി നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ DDL ആൻഡ് DML ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്. സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ്? ഇറ്റ് ഈസ് യൂസ് ടു റിട്രീവ് ഡേറ്റ ഫ്രം എ ടേബിൾ. ടേബിളിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യാനാണ് നമ്മൾ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് യൂസ് ടു മോഡിഫൈ എക്സിസ്റ്റിംഗ് റെക്കോർഡ്സ് ഇൻ എ ടേബിൾ. അതായത് ടേബിളിൽ ഉള്ള എക്സിസ്റ്റിംഗ് റെക്കോർഡ്സിനെ മോഡിഫൈ ചെയ്യാനാണ് നമ്മൾ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് റിമൂവ് സ്പെസിഫിക് റോസ് ഫ്രം എ ടേബിൾ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റോ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യും. അടുത്തത് വരുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിലീറ്റ്, ട്രങ്കേറ്റ് ആൻഡ് ഡ്രോപ്പ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡിലീറ്റ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, സ്പെസിഫിക് റോ റിമൂവ് ചെയ്യാനാണ് ഡിലീറ്റ് യൂസ് ചെയ്യുന്നത്. ട്രങ്കേറ്റ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള റോസ് റിമൂവ് ചെയ്യും, പക്ഷേ അവിടെ അതിൻ്റെ സ്കെലിറ്റൺ ഉണ്ടാവും. അതായത് ആ ടേബിളിൻ്റെ സ്കെലിറ്റൺ അവിടെ ഉണ്ടാവും, അതിലുള്ള എല്ലാ ഡീറ്റെയിൽസും ആണ് റിമൂവ് ചെയ്യുന്നത്. ഇനി ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ആ എൻറ്റയർ ടേബിൾ തന്നെ റിമൂവ് ചെയ്ത് കളയുന്നതാണ് ഡ്രോപ്പ്. ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്പെസിഫിക് റോയിനെ മാത്രം റിമൂവ് ചെയ്യുന്നു. ട്രങ്കേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ റോസിനെ റിമൂവ് ചെയ്യുന്നു. ഡ്രോപ്പാണ് എൻറ്റയർ ടേബിളിനെ റിമൂവ് ചെയ്യുന്നത്.
ഇനി ഇവിടെ റോൾ ബാക്ക് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഡിലീറ്റിൽ നമുക്ക് റോൾ ബാക്ക് ചെയ്യാം. അതായത് സ്പെസിഫിക് റോ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അൺഡു ചെയ്ത് കഴിഞ്ഞാൽ ആ റോ തിരിച്ചു വരും. ഇനി ട്രങ്കേറ്റ് എന്ന് പറയുന്നിടത്ത് റോൾ ബാക്ക് നടക്കത്തില്ല. അതേപോലെ തന്നെ ഡ്രോപ്പിലും റോൾ ബാക്ക് നടക്കില്ല. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ആസിഡ് പ്രോപ്പർട്ടി എന്നുള്ളത്. ആസിഡ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും റിലയബിൾ ആയിട്ടുള്ള ഡേറ്റാബേസ് ട്രാൻസാക്ഷൻസ് എൻഷുർ ചെയ്യാനാണ് ആസിഡ് പ്രോപ്പർട്ടി ഉള്ളത്. ഇതിൽ ആസിഡിൽ എ എന്ന് പറയുന്ന ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് അറ്റോമിസിറ്റി ആണ്, സി കൺസിസ്റ്റൻസി, ഐ ഐസൊലേഷൻ, ഡി ഡ്യൂറബിലിറ്റി ആണ്. ഇതിൽ അറ്റോമിസിറ്റി എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഹാപ്പൻസ് കംപ്ലീറ്റ്ലി ഓർ നോട്ട് അറ്റ് ഓൾ എന്നുള്ളതാണ്. അതായത് മണി ട്രാൻസ്ഫർ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ അവിടെ മണി ഡിഡക്റ്റഡ് ആവാൻ പാടില്ല. ഒന്നെങ്കിൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കണം, അല്ലെങ്കിൽ നടക്കാനേ പാടില്ല. ഇവിടെ മണി ട്രാൻസ്ഫർ ഫെയിലായി, അപ്പോൾ മണി ട്രാൻസാക്ഷൻ നടക്കാൻ പാടുണ്ടോ? ഇല്ല. അത്രയാണ് അറ്റോമിസിറ്റിയിൽ വരുന്നത്. ഇനി കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് റിമെയിൻസ് കറക്റ്റ് ആഫ്റ്റർ ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് 500 റുപ്പീസാണുള്ളത്. നമ്മൾ അതിൽ നിന്നും 1000 ആണ് വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അവിടെ ഇത് നടക്കാൻ പാടുണ്ടോ? അതായത് ട്രാൻസാക്ഷൻ നടക്കാൻ പാടുണ്ടോ? പാടില്ല. ഇനിയിപ്പോൾ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ബാലൻസ് -500 വരും. അങ്ങനെ നടക്കാൻ പാടില്ല. അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി ഐസൊലേഷൻ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് ഡു നോട്ട് അഫക്റ്റ് ഈച്ച് അതർ വൈൽ റണ്ണിങ് എന്നാണ് പറയുന്നത്. അതും ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അതായത് യൂസർ 1 മണി ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാളുടെ അക്കൗണ്ടിലോട്ട്. യൂസർ 2 എന്താ ചെയ്യുന്നത്? അയാളുടെ അക്കൗണ്ടിലെ ബാലൻസ് ചെക്ക് ചെയ്യുകയാണ്. ഇവർ രണ്ടുപേരും ഒരേ സമയത്താണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് തമ്മിൽ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതാണ് ഐസൊലേഷനിൽ വരുന്നത്. ഡ്യൂറബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസ്ഫേർഡ് മണി സ്റ്റേസ് സേവ്ഡ് ആഫ്റ്റർ പവർ ഫെയിലിയർ എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് ജിപേയിൽ ക്യാഷ് സെൻഡ് ചെയ്തു. ആ സെൻഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മൊബൈൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്വിച്ച് ഓഫ് ആയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താ നടക്കുന്നത്? ട്രാൻസാക്ഷൻ അവിടെ സ്റ്റിൽ സേവ്ഡ് ആയിട്ടിരിക്കും. അതാണ് അവിടെ പറയുന്നത് ട്രാൻസ്ഫേർഡ് മണി സ്റ്റേറ്റ് സേവ്ഡ് ആഫ്റ്റർ പവർ ഫെയിലിയർ എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡേറ്റ റിഡൻഡൻസി എന്നുള്ളത്. അൺനെസസറി ആയിട്ട് ഡേറ്റാബേസിൽ ഉണ്ടാവുന്ന ഡേറ്റ ഡ്യൂപ്ലിക്കേഷനെയാണ് നമ്മൾ ഡേറ്റ റിഡൻഡൻസി എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡേറ്റ ഇൻറ്റഗ്രിറ്റി എന്നുള്ളത്. ഡേറ്റ ഇൻറ്റഗ്രിറ്റി എന്താണ് എൻഷുർ ചെയ്യുന്നത്? ഡേറ്റ എന്ന് പറയുന്നത് ആക്യുറേറ്റും കൺസിസ്റ്റൻറ്റും ആണോ എന്ന് എൻഷുർ ചെയ്യുന്നതാണ് ഡേറ്റ ഇൻറ്റഗ്രിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് എ റിലേഷൻഷിപ്പ് ഇൻ DBMS. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അസോസിയേഷൻ ബിറ്റ്വീൻ ടേബിൾസ് ഇൻ എ ഡേറ്റാബേസിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1-to-1 റിലേഷൻഷിപ്പ് ഉണ്ട്, 1-to-many ഉണ്ട്, many-to-many ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് എ ടേബിൾ ഇൻ DBMS. ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് DBMSൽ? ടേബിൾ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ് യൂസ് ടു സ്റ്റോർ റിലേറ്റഡ് ഡേറ്റ. റിലേറ്റഡ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന റോസിൻ്റെയും കോളംസിൻ്റെയും കളക്ഷനെയാണ് നമ്മൾ ടേബിൾ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ടപ്പിൾ എന്ന് പറയുന്നത്? സിംഗിൾ റോ ഇൻ എ ടേബിൾ ഈസ് കോൾഡ് ടപ്പിൾ. അത് തന്നെയാണ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഒരു ടേബിളിലെ സിംഗിൾ റോയിനെയാണ് നമ്മൾ റെക്കോർഡ് എന്നും അതേപോലെ ടപ്പിൾ എന്നും വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ആൻ ആട്രിബ്യൂട്ട് എന്നുള്ളത്. ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഡേറ്റാബേസ് ടേബിളിലെ കോളത്തിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എൻറ്റിറ്റി ഈസ് കോൾഡ് ആട്രിബ്യൂട്ട് എന്നും പറയാം. അപ്പോൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ആണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയാനാണെങ്കിൽ സ്റ്റുഡൻറ്റ്, എംപ്ലോയി, ഇതെല്ലാം റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ആണ്. ഇനി എൻറ്റിറ്റിയിൽ ടൈപ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് സ്ട്രോങ് എൻറ്റിറ്റി ഉണ്ട്, വീക്ക് എൻറ്റിറ്റി ഉണ്ട്, അസോസിയേറ്റീവ് എൻറ്റിറ്റി ഉണ്ട്. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അടുത്ത വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് എ കാൻഡിഡേറ്റ് കീ എന്നുള്ളത്. മിനിമം കോളം നീഡഡ് ടു ഐഡൻറ്റിഫൈ എ റോ യുണീക്ലി എന്നുള്ളതാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ റോൾ നമ്പർ, നെയിം. അതിൽ റോൾ നമ്പർ എന്ന് പറയുന്ന കോളമാണ് നമ്മുടെ കാൻഡിഡേറ്റ് കീ ആയിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് എ സൂപ്പർ കീ എന്നുള്ളത്. സൂപ്പർ കീ എന്ന് പറയുന്നത് എ കീ ദാറ്റ് ഐഡൻറ്റിഫൈസ് എ റോ ഈവൻ വിത്ത് എക്സ്ട്രാ കോളംസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ റോൾ നമ്പറും നെയിമും എന്ന് പറയുന്നത് സൂപ്പർ കീ ആണ്. അതായത് 1 or more ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ ഒരു റെക്കോർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സിംപ്ലി സൂപ്പർ കീ എന്ന് പറയുന്നത്.
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് DBMS സെക്യൂരിറ്റി? DBMS സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഡേറ്റാ ബേസിനെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിൽ നിന്നും ഡേറ്റ ലോസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? DBMS സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഇൻഡെക്സിങ് എന്നുള്ളത്. അതായത് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസിലുള്ള ഡേറ്റ റിട്രീവൽ ഓപ്പറേഷൻസിൻ്റെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഇൻഡെക്സിങ് യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എ വ്യൂ എന്നുള്ളത്. വ്യൂ എന്ന് പറയുന്നത് ഒരു വിർച്വൽ ടേബിളാണ്, ക്രിയേറ്റഡ് ഫ്രം വൺ ഓർ മോർ ടേബിൾസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വിർച്വൽ ടേബിളിനെയാണ് നമ്മൾ വ്യൂ എന്ന് വിളിക്കുന്നത്. ഇത്രയും കവർ ചെയ്യുമ്പോഴത്തേക്കും ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ബേസിക്സും അതേപോലെ തന്നെ നമ്മൾ പഠിച്ച മിക്ക കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾ DBMSൽ നിന്ന് വൈവയ്ക്കും അതേപോലെ തന്നെ CCWനും നോക്കിയിട്ട് പോവുക.